ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നപ്പോൾ ചെറിയൊരു മോർണിംഗ് വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു. ഞാനും ജോക്കുട്ടനെ 7 മണിയായപ്പോഴാണ് എണീറ്റ് വന്നത്. എന്റെ ബ്രഷിങ്ങും സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ജോക്കുട്ടനെ ബ്രഷ് ചെയ്യിപ്പിച്ചിട്ടില്ല. അവനൊന്ന് ഓണാവാൻ വേണ്ടിയിട്ട് അവനെ വാക്കറിലേക്ക് ഇരുത്തിക്കാണ്. കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി നടക്കുമ്പോൾ അവനൊന്ന് ഉഷാറാവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്യിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ജോക്കുട്ടൻ അവന്റെ അച്ഛന്റെ ബാഗൊക്കെ പിടിച്ചു വലിച്ച് കളിക്കാണ്. അച്ഛൻ അവിടെ കിടക്കുന്നുണ്ട് റൂമിൽ. 8 മണിക്ക് ഓഫീസിൽ പോകേണ്ട ആളാണ്. 7:30 ആവാറായിട്ട് അവൻ ബെഡിൽ നിന്ന് എണീറ്റിട്ടില്ല. ഇനി എണീറ്റ് കുളിച്ച് വേഗം ഒരു ഓട്ടാണ്. മിക്കപ്പോഴും ഭക്ഷണം കഴിക്കാണ്ടാണ് കാലത്ത് അവൻ ഓഫീസിൽ പോണത്. അമ്മയായിട്ട് എപ്പോഴും വഴക്കാണ്, ഭക്ഷണം കഴിക്കണില്ല എന്ന് പറഞ്ഞു. അമ്മ ഇവിടെ അടുക്കളയിൽ ഡാനിയലച്ഛന്റെ പ്രസംഗം കേട്ട് ഓരോ പണികൾ എടുത്തോണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ എന്റെ വീട്ടിലാണുള്ളത്. ഈ ഞായറാഴ്ച ഞാൻ ചേട്ടന്റെ വീട്ടിലേക്ക് പോകും. അപ്പൊ ഞാൻ ജോക്കുട്ടനെ ബ്രഷ് ചെയ്യിക്കാനായിട്ട് പോവാണ്. ആദ്യമൊക്കെ നല്ല കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അവനൊന്ന് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. ബ്രഷ് ചെയ്യിക്കുന്ന സമയത്ത് പൈപ്പ് പിടിച്ച് തിരിക്കുക അല്ലെങ്കിൽ ബ്രഷിന്റെ കവർ പിടിച്ചിരിക്കുകയൊക്കെ ചെയ്തു. ജോക്കുട്ടനെ മാത്രം ഇവിടെ ഇരുത്തി പല്ല് തേപ്പിക്കാറുള്ളൂ. അവന് ഇരുത്തി ചെയ്യാന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുത്തി ചെയ്യിക്കുന്നത്. ഞങ്ങളൊക്കെ ഹാളിലുള്ള വാഷിംഗ് ബേസിന്റെ അവിടെയാണ് ബ്രഷ് ചെയ്യാറ്. ജോക്കുട്ടന് എന്താണ് അസുഖം എന്ന് കുറെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവന് ചെറുപ്പം തൊട്ട് ഫിക്സ് ഉണ്ടായിരുന്നു. 4 മരുന്ന് കഴിച്ചിട്ടും ഒട്ടും കുറയാത്തോണ്ടാണ് സർജറിയിലേക്കൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. സർജറി ഒക്കെ ചെയ്തപ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 3 സർജറി വരെ ചെയ്തു. ഞാനിനി വീടൊക്കെ ഒന്ന് അടിച്ചു വാരിയിടാണ്. അമ്മയ്ക്ക് ഇന്ന് പണിയില്ല, വേറെ എവിടെയും പോകാനൊന്നും ഇല്ലാത്തോണ്ട് അമ്മ വീട്ടിൽ തന്നെ ഉണ്ട്. ഈ പോട്ടി ഇന്നലെ അമ്മ ചാലക്കുടി പോയപ്പോ മേടിച്ചോണ്ട് വന്നതാണ് ജോക്കുട്ടനെ ഇരുത്താനെ. ജോക്കുട്ടന് പോട്ടിയിൽ ഇരിക്കാനായിട്ട് തീരെ ഇഷ്ടമില്ല. 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. പതുക്കെ ശരിയാവുന്ന വിചാരിക്കും. ഇതിലിരിക്കുമ്പോ മാത്രം മൂത്രം ഒഴിക്കില്ല. അതിൽ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഷടപടാന്ന് മൂത്രം ഒഴിക്കില്ലായിരിക്കും. ഞാനപ്പോ ജോക്കുട്ടന് പാല് മേടിക്കാനായിട്ട് പോവാണ്. ഒരു വീട്ടിൽ ആട്ടിൻപാല് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ വണ്ടിയുമാണ് പോണത്. ഇന്നമ്മ കാലത്തേക്ക് പലഹാരം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് അവന് കാലത്ത് കുറുക്കാണ് കൊടുക്കണത്. ഇത് ഇസാം ഫുഡ്സിന്ന് മേടിച്ച പൊടിയാണ്. മധുരത്തിന് പനക്കൽക്കണ്ടൊക്കെ ഇടുന്നുണ്ട്. ഇതിന്റെ പൊടിയൊക്കെ ഇസാം ഫുഡ്സിന്ന് മേടിക്കാനായിട്ട് കിട്ടും. അനിയന് ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ടാണ് ഓഫീസിൽ പോണത്. ഇന്ന് വണ്ടി എനിക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഞാനാണ് അവനെ റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടാക്കുന്നത്. അനിയൻ എടപ്പള്ളിയിലാണ് കേട്ടോ വർക്ക് ചെയ്യണത്. ഒരു ഫൈനാൻസിങ് സ്ഥാപനത്തിൽ അക്കൗണ്ട്സ് ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാണുന്നത് കിൻഫ്ര പാർക്കാണ് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ കുറെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. കൊരട്ടിയിൽ ഇൻഫോ പാർക്കും കിൻഫ്ര പാർക്കും ഒക്കെ ഉണ്ട്. ഞങ്ങൾ NH എത്തിയിട്ടുണ്ട്. ഈ NH ക്രോസ് ചെയ്ത് ഒരു 100 മീറ്റർ പോയിട്ടുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനായി. എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഞാൻ അവനെ കൊണ്ടാക്കി വീട്ടിലെത്തിപ്പിക്കും. അമ്മ ജോക്കുട്ടിന് കുറുക്കും പാലൊക്കെ കൊടുത്ത് കഴിയാറായിട്ടുണ്ടായിരുന്നു. കാർട്ടൂണൊക്കെ കണ്ടിട്ടാണ് ജോക്കുട്ടൻ ഫുഡ് കഴിക്കുക. സർജറിക്ക് ശേഷം അവന് ഫുഡ് കഴിക്കാനൊക്കെ കുറച്ച് മടിയുണ്ട്. ഫുഡൊക്കെ കൊടുത്ത് 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവനെ വീണ്ടും പോട്ടിൽ ഇരുത്തി. വലിയ കാര്യമൊന്നും ഇല്ല, എന്നാലും ഇരുത്തി. ജോക്കുട്ടന് കാർട്ടൂൺ സോങ്സിനോടാണ് താല്പര്യം. ഞാൻ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. എനിക്ക് പലഹാരമൊന്നും നിർബന്ധമില്ല. ഞങ്ങൾ ചെറുപ്പം തൊട്ടേ 3 നേരം ചോറ് തിന്നുന്ന ആൾക്കാർ. ചെറുപ്പത്തിൽ അമ്മ ഞായറാഴ്ചകളിലാണ് എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കി തരാറ്. ഇന്നപ്പോ ചോറിന് നല്ല മീൻകറിയും കോവയ്ക്കുപ്പേരിയൊക്കെയാണ്. ടിവിയിൽ സിനിമയൊക്കെ കണ്ടിട്ടാണ് ഫുഡൊക്കെ കഴിക്കല്. ഏകദേശം ഒരു 9 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. ജോക്കുട്ടനെ പോട്ടിന്ന് എടുക്കലും കാര്യം സാധിക്കലും ഒരുമിച്ചായിരുന്നു. എന്താ ചെയ്യാല്ലേ. അവന് മരുന്ന് കഴിക്കാനുള്ള സമയമായിപ്പോ ഞാൻ അവന് മരുന്നൊക്കെ എടുത്ത് കൊടുക്കാണ്. 4 മരുന്ന് അവന് ഫിക്സിന് തന്നെ കഴിക്കുന്നുണ്ട്. സർജറി ഒക്കെ കഴിഞ്ഞെങ്കിലും അവന് കൊടുത്തിരുന്ന ഡോസിൽ തന്നെ മരുന്നെല്ലാം 6 മാസത്തേക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. 6 മാസത്തിന് ശേഷം അവന് ഫിക്സ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ പതുക്കെ മരുന്ന് കുറയ്ക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത മാസം തൊട്ട് അവനെ തെറാപ്പികൾക്കൊക്കെ കൊണ്ടുപോകണം. കല്ലേറ്റുങ്കര നിപ്മറിലാണ് ഞങ്ങൾ അവനെ തെറാപ്പിക്കൊക്കെ കൊണ്ടുപോകണത്. ഇപ്പൊ കുറച്ച് നാളായിട്ടൊക്കെ മടങ്ങി കിടക്കാണ്. മരുന്നൊക്കെ കൊടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞപ്പോ അവനെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകാണ്. ഇന്ന് കുറച്ച് നേരം വൈകി കുളിപ്പിക്കാനൊക്കെ. അനിയനെ കൊണ്ടാക്കാനൊക്കെ പോയ കാരണം കൊണ്ട് നേരം വൈകി. ജോക്കുട്ടനെ ചെറിയ ചൂടുവെള്ളത്തിലാണ് എപ്പോഴും കുളിപ്പിക്കണത്. അപ്പൊ ബാത്റൂമിൽ അതിനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോ അമ്മയാണ് അവനെ ക്രീമൊക്കെ ഇടിച്ച് ഡ്രസ്സൊക്കെ ഇടിക്കണത്. അമ്മ ഡ്രസ്സൊക്കെ മാറി. അമ്മയുടെ മേത്ത് അവൻ മൂത്രം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ജോക്കുട്ടനും ഇപ്പൊ ഒളിച്ച് കളിക്കാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഒളിച്ചൊക്കെ കളിക്കാനായിട്ട്. അവന്റെ ലെഫ്റ്റ് സൈഡ് കുറച്ച് വീക്കാണ്. ഇപ്പൊ സർജറിക്ക് ശേഷം ഒന്നും കൂടി ആ വീക്ക്നെസ് കൂടിയിട്ടുണ്ട്. ഇടത്തെ കൈ കൊണ്ട് അവനൊന്നും എടുക്കാറില്ല. വലത്തെ കൈ ഉപയോഗിച്ചിട്ടാണ് എല്ലാ സാധനങ്ങളും അവൻ എടുക്കാറ്. സർജറിക്ക് മുന്നേ ഇടത്തെ കൈ ഉപയോഗിച്ച് അവൻ കുറച്ചൊക്കെ പിടിച്ചൊക്കെ നിന്നായിരുന്നു. അമ്മ തയ്ക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അമ്മ സാരി ബ്ലൗസ് ചുരിദാറൊന്നും അടിക്കൊന്നുമില്ല. അല്ലാണ്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾട്ടറൊക്കെ ചെയ്ത് കൊടുക്കും. ജോക്കുട്ടനെ ഉറക്കാനുള്ള സമയമായിട്ടുണ്ട്. ഫിക്സിന്റെ മരുന്നൊക്കെ കഴിക്കുന്ന കാരണം കൊണ്ട് അവന് കാലത്ത് കുറച്ചു നേരം ഉറങ്ങണം. അവൻ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര വാശിയായിരിക്കും. ഉറക്കാനായിട്ട് കൊണ്ടുകിടത്തി 10-20 മിനിറ്റ് ഗുസ്തിയൊക്കെ പിടിച്ചിട്ടാണ് ആള് കിടന്നുറങ്ങുക. അവന്റെ കൂടെ കുറച്ചു നേരം കിടന്ന് തട്ടിക്കൊടുക്കും, അല്ലെങ്കിൽ കയ്യിൽ പിടിച്ച് കുറച്ചു നേരം ആട്ടി നോക്കും. അങ്ങനെ പലവിധ രീതികളിലാണ് അവനെ കിടന്ന് ഉറക്കാൻ നോക്കുക. ഇന്നത്തെ മോർണിംഗ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തോളൂ.